രാധേ രാധേ, ഗുഡ് മോർണിംഗ്. എന്നോട് ഇന്നൊന്ന് രണ്ട് പേര് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സാറ് പറഞ്ഞല്ലോ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു ഹിന്ദു വലതുവശം തിരിഞ്ഞെഴുന്നേൽക്കണം, അതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ സാറേ? തീർച്ചയായിട്ടുമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തിന് ചുറ്റും രണ്ട് കാന്തിക വലയങ്ങളുണ്ട്. അത് പ്യുവർ സയൻസ് ആണ്. നമ്മുടെ ശരീരത്തിന് ചുറ്റും രണ്ട് കാന്തിക വലയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാന്തിക വലയം കാലിൽ നിന്ന് നമ്മുടെ ശിരസ് വരെ പ്രദക്ഷിണമായി പോകുന്നത്, നമ്മുടെ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കത്തില്ലേ, അങ്ങനെ പോകുന്നത്. രണ്ടാമത്തത് ശരീരത്തിൻ്റെ ഇടതുവശത്ത് നിന്ന് മുൻഭാഗത്തു കൂടി വലത്തോട്ടും വലതുവശത്ത് നിന്ന് പുറകിൽ കൂടി ഇടത്തോട്ടും പോകുന്നത്. നമ്മുടെ ശരീരം ഒരു യന്ത്രമാണ്. ഈ യന്ത്രം നിലനിൽക്കുന്നതിന് കാലിൽ നിന്ന് ശിരസ് വരെ പ്രദക്ഷിണമായി പോകുന്ന കാന്തിക വലയം ആവശ്യമാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്കും ബലവും നിലനിർത്തുന്നതിന് നമ്മുടെ രണ്ടാമത്തത്, അതായത് ശരീരത്തിൻ്റെ ഇടതുവശത്ത് നിന്ന് മുൻഭാഗത്തോടെ വലത്തോട്ട് പോകുന്നതുണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ ഈ കാന്തിക വലയത്തിൻ്റെ ഗതിക്കനുസരിച്ചുള്ള ചലനമാണ് വേണ്ടത്. നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇടതുവശം ചരിഞ്ഞെഴുന്നേറ്റാൽ കാന്തിക വലയത്തിൻ്റെ വൈൻഡിങ് അയഞ്ഞു പോയി ശരീരമെന്ന യന്ത്ര സംവിധാനത്തിൻ്റെ പ്രവർത്തന ശേഷി നശിക്കാൻ ഇടവരും. നമ്മൾ പറയത്തില്ലേ, മോട്ടറിൻ്റെ വൈൻഡിങ് പോയെന്ന് പറയത്തില്ലേ? വൈൻഡിങ് പോയാൽ പിന്നെ മോട്ടർ വെള്ളം എടുക്കത്തില്ല. അപ്പം ശരീരം വലതുവശം തിരിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ഈ വൈൻഡിങ് ഒന്നും കൂടെ മുറുകി ശരീരത്തിന് നല്ല ബലം കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ജാതിയും മതവും ഏതുമാകട്ടെ, ഇന്ന് തൊട്ട് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ വലതുവശം തിരിഞ്ഞ് തന്നെ എഴുന്നേൽക്കണം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.